മ്യാൻമറിൽ ഓപ്പറേഷൻ ബ്രഹ്മ ദുരിതാശ്വാസ ദൗത്യത്തിനിടെ ഇന്ത്യൻ വ്യോമസേനയുടെ C-130J വിമാനത്തിന് GPS സ്പൂഫിംഗ് ആക്രമണം നേരിട്ടതായി റിപ്പോർട്ട്. പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ ടിവിയാണ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പറക്കുന്നതിനിടെ വിമാനത്തിന്റെ നാവിഗേഷൻ സംവിധാനത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് GPS സ്പൂഫിംഗ് തത്സമയ കോർഡിനേറ്റുകളെ മാറ്റിമറിച്ചുവെന്നാണ് റിപ്പോർട്ട്. സുരക്ഷിതമായ നാവിഗേഷൻ ഉറപ്പാക്കാൻ വ്യോമസേന പൈലറ്റുമാർ ഉടൻ തന്നെ ഇന്റർനാഷണൽ നാവിഗേഷൻ സിസ്റ്റത്തിലേക്ക് മാറിയെന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. GPS സ്പൂഫിംഗ് എന്നത് ഒരു തരം സൈബർ ആക്രമണമാണ്. വ്യാജ സിഗ്നലുകൾ യഥാർത്ഥ ഉപഗ്രഹ ഡാറ്റയെ മറികടന്ന് സംവിധാനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നതാണ് GPS സ്പൂഫിംഗ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം നേരത്തെ സമാനമായ സ്പൂഫിംഗ് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. 2023 നവംബർ മുതൽ ഇതുവരെ അമൃത്സറിനും ജമ്മുവിനും സമീപം 465 GPS സ്പൂഫിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് 28 മ്യാൻമറിലുണ്ടായ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പത്തിൽ 3649 പേർ കൊല്ലപ്പെടുകയും 5000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മ്യാൻമറിലെ ഭൂകമ്പ ബാധിത മേഖലയിൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ, മാനുഷിക സഹായം, ദുരന്ത നിവാരണം, വൈദ്യസഹായം എന്നിവയുൾപ്പെടെ ആവശ്യമായ പിന്തുണ നൽകുന്നതിനായാണ് ഇന്ത്യ ഓപ്പറേഷൻ ബ്രഹ്മ ആരംഭിച്ചത്. NDRFും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും വിതരണം ചെയ്ത ടെന്റുകൾ, പുതപ്പുകൾ, ആവശ്യമരുന്നുകൾ, ഭക്ഷണം ഉൾപ്പെടെയുള്ള 15 ടൺ സാധനങ്ങൾ ഉൾപ്പെടെ മാനുഷിക സഹായ ദുരന്ത നിവാരണ വസ്തുക്കളുടെ ആദ്യ വിഹിതം C-130J വിമാനം ഉപയോഗിച്ച് മാർച്ച് 29 മ്യാൻമറിലെത്തിച്ചത്. ഇതുവരെ 6 വിമാനങ്ങളിലും 5 ഇന്ത്യൻ നാവിക കപ്പലുകളിലുമായി 625 മെട്രിക് ടൺ HDR വസ്തുക്കളാണ് മ്യാൻമറിലെത്തിച്ചത്.